ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജുവ ഭാഗം 7. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തി. തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പെട്ടി തുറക്കാനിരുന്നു. ഞാൻ വേഗം റൂമിലേക്ക് പോകാൻ നോക്കിയെങ്കിലും കുഞ്ഞോൾ എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഓരോരുത്തർക്കുള്ള സാധനം എടുത്തു കൊടുത്തു. അവസാനം ഒരു കവറെടുത്ത് എൻ്റെ നേരെ വെച്ച് നീട്ടി. ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു പുഞ്ചിരിച്ചു. അപ്പോഴത്തേക്ക് അമ്മായി ഓടി വന്നത് വാങ്ങിയിരുന്നു. ഞാനൊന്ന് കാണട്ടെ നെസിക്കുള്ളത് എന്താന്ന്. അത് പറയുമ്പോഴത്തേക്കും കുഞ്ഞോള് വന്നത് വാങ്ങിയിരുന്നു. ഇത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ ആ കവർ തുറന്നു. ഒരു മോഡൽ അബായയും അതിന് മാച്ചായ ഹിജാബും. കണ്ടില്ലേ, ഇതാണ് ഇക്കോൻ്റെ നെസിക്കുള്ള ഗിഫ്റ്റ്. അതും പറഞ്ഞവൾ അത് തൻ്റെ കയ്യിൽ വെച്ച് തന്നു. എന്തോ വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക്. എന്നെ മനസ്സിലാക്കി എനിക്കിഷ്ടപ്പെട്ടത് തന്നെ കൊണ്ടു തന്നല്ലോ. അൽഹംദുലില്ലാ. എൻ്റെ നാവ് പടച്ചവനെ സ്തുതിച്ചു. അമ്മായിയുടെ മോന്ത കാണേണ്ടതായിരുന്നു, കടന്നൽ കുത്തിയ മാതിരി. ഞാൻ റൂമിൽ ചെന്ന് ഇട്ടു നോക്കുമ്പോൾ എനിക്കേതായാലും നല്ലോണം ചേരുന്നുണ്ട്. ഏതായാലും എനിക്ക് പെരുത്തി ഇഷ്ടമായി. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരാഴ്ച കഴിഞ്ഞുപോയി. എന്തോ ഉമ്മാമ്മക്ക് വലിയ ആദ്യമായിരുന്നു. എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി. അത് ഞാൻ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പറഞ്ഞു. നീ ശ്രദ്ധിക്കണം, എവിടെയും ഒപ്പിട്ട് കൊടുക്കരുത്, ആരെയും വിശ്വസിക്കണ്ട എന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ അതിലെന്തോ ഉണ്ടെന്ന് തോന്നി. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞോള് വന്നത്. അതേ നസി, നിന്റെ ഫേവറേറ്റ് എഴുത്തുകാരനില്ലേ? ആര് എന്ന് എൻ്റെ ചോദ്യമാർന്ന നോട്ടം കണ്ട് അവൾ എന്നെ അത് പറഞ്ഞു. മുഹമ്മദ് ഷാ പുതിയ കഥ തുടങ്ങി. ഹിജാബിയുടെ തന്നെ കഥയാ. പേര് കേൾക്കണോ? പറയടി. അജുവ. അജുവ? ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ളതുപോലെ. ആ, അജുവ ശരിക്കും എനിക്കറിയാം, പക്ഷെ എവിടെയോ മറന്ന പോലെ. അജുവ വരുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാവും. ആ, എവിടെയോ കേട്ട പോലെ. അവളെ ഫോണും വാങ്ങി ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. മെല്ലെ അജുവ വായിച്ചു തുടങ്ങി. വായനയിൽ ലയിച്ചു പോയ ഞാൻ എൻ്റെ അരികിൽ വന്നിരുന്ന ആളെ കണ്ടിരുന്നില്ല. ഒരു കൈ എൻ്റെ ചുമലിൽ കൂടെ ഇഴിഞ്ഞു വരുന്നത് തടഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിവിറച്ച് ചാടി എണീറ്റു. എന്തേ നസി, പേടിച്ചു പോയോ? നിന്റെ ഭാവി ഭർത്താവല്ലേ, പിന്നെന്തിനെ പേടിക്കുന്നേ? പക്ഷെ എന്തോ ആ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹമല്ല ഞാൻ കണ്ടത്. മറ്റെന്തൊക്കെയോ നിഗൂഢത പേറിയ ചോര കണ്ണുകളെയാണ്. എൻ്റെ കാലുകൾ പുറകോട്ട് ചലിച്ചു. പക്ഷേ തിരിഞ്ഞു ഓടാൻ നോക്കുമ്പോഴേക്കും അയാൾ എൻ്റെ കയ്യിൽ പിടിച്ച് പെട്ടിലേക്ക് വലിച്ചിട്ടിരുന്നു. എൻ്റെ അരികിൽ വന്നിരുന്ന അയാൾ മുഖം എൻ്റെ മുഖത്തോടടുപ്പിച്ച് എൻ്റെ കാതിൽ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതല്ലേ. എൻ്റെ നോട്ടം കണ്ടിട്ട് അയാൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, നസിക്ക് ഒപ്പിടാൻ അറിയില്ലേ? ഞാൻ അറിയാമെന്ന് തലകാട്ടി. എന്നാൽ ഈ പേപ്പറിൽ ഒപ്പിട്ടേ. സ്ഥലകാല ബോധം വന്ന ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഒപ്പിടാൻ അറിയില്ല. അറിയില്ലേ? അയാളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്ന് ദേഷ്യം പിടിച്ചു. വെക്കാൻ കഴിയാതെ അയാൾ എൻ്റെ നേരെ കൈ പൊന്തിച്ചു. നസി! പെട്ടെന്നായിരുന്നു കുഞ്ഞോളെ വിളി കേട്ടത്. പൊന്തിച്ച കൈ താത്തി ഒരു താക്കീതൊന്നോണം കണ്ണുകൾ കാണിച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാറുമെടുത്ത് ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചു. എന്തോ മനസ്സു മുഴുവൻ അജുവയായിരുന്നു. എൻ്റെ അജുവിൻ്റെ മുഖം അങ്ങനെ 14 ആവുദിച്ച ചന്ദ്രനെ പോലെ എൻ്റെ മനസ്സിൽ എങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അജു, നീ അറിയുന്നുണ്ടോ പെണ്ണെ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഏകാന്തവാസം തിരഞ്ഞെടുത്തത്. മനസ്സിലായില്ലേ? ഉപ്പയുടെ പെട്ടെന്നുള്ള മരണം എന്നെ കൂടുതൽ തകർക്കുന്നതായിരുന്നു. പക്ഷേ അത് പാടെ തകർത്തെറിഞ്ഞത് എൻ്റെ ഉമ്മയുടെ ജീവിതമായിരുന്നു. എല്ലാവരും കൂടി എൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ കല്യാണം തീരുമാനിക്കാമെന്നായപ്പോൾ ഉമ്മയെയും കൂട്ടി ഒളിച്ചോട്ടം. അതായിരുന്നു മനസ്സിൽ. പക്ഷേ ഇക്കാക്കമാർ ഉമ്മയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നറിഞ്ഞപ്പോൾ എല്ലാവരോടും വാശിയായി. പിന്നെ പിന്തിരിഞ്ഞില്ല. പുറപ്പെട്ടു ഞാൻ എൻ്റെ അജുവയെ തേടി. ഒടുവിൽ ഈ യാത്ര അവസാനിച്ചതിവിടെയും. പക്ഷേ അജു, നിന്നെ മാത്രം കണ്ടെത്താനായില്ല. നീ എവിടെയാണ് പെണ്ണേ? നിനക്കറിയില്ലേ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. എന്നിട്ടും എന്തേ നീ ഇന്നും ഇരുട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും നിനക്കാ മറ നീക്കി എന്നെ അരികിൽ എത്തിക്കൂടെ? നീ ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നീ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ഹൃദയം മാത്രം താളമിടുന്നത്? നീ ഇല്ലായ്മയിൽ നിലച്ചു പോകുമത്. എൻ്റെ ശ്വാസം വരെ നീയല്ലേ പെണ്ണേ.
നിൻ വരവിനായി മാത്രമാണ് ഈ പ്രാണൻ എന്നിൽ ഉറങ്ങുന്നത്. പെട്ടെന്നാണ് ഒരു വലിയ ഹോണോടുകൂടി എൻ്റെ നേരെ ലോറി ചീറിപ്പാഞ്ഞു വന്ന കാണുന്നത്. ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നത് മനസ്സിലാക്കാൻ അത് മതിയായിരുന്നു. അതിനെ വെട്ടിച്ച് മുന്നോട്ടെടുത്ത കാർ സ്ലിപ്പായി റോഡിൻ്റെ ഒരു വശത്തേക്കുള്ള താഴ്ചയിലേക്ക് മറിഞ്ഞു. നിയന്ത്രണം വിട്ടുപോയ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചുപോയി. തലങ്ങും വിലങ്ങും തലകീഴായും ആഴങ്ങളിലേക്ക് പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സും ശരീരവും അബോധാവസ്ഥയിലേക്ക് വഴുതി വീണിരുന്നു. കഥ തുടരും. അടുത്ത ഭാഗവുമായി ഞാൻ എത്രയും പെട്ടെന്ന് എത്തും.